നമസ്കാരം. സതൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. സതൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഡിഷ് കൊണ്ടുള്ള ഒരു സാമ്പാറാണ്, അഥവാ മുള്ളങ്കി സാമ്പാർ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. പലപ്പോഴും നമ്മളുടെ കയ്യിലൊക്കെ പച്ചക്കറികളൊക്കെ തീർന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ റാഡിഷൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കപ്പ് തോരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മൾ ഈ തോരപ്പരിപ്പിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 10 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് 2ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റാഡിഷാണ്. റാഡിഷ് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഏകദേശം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള റാഡിഷ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. ഇപ്പോൾ സാമ്പാർ പൊടി ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കറിവേപ്പില കൂടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം തയ്യാറാക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈസുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം, വാളംപുളിയുടെ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്രത്തോളം പുളി വേണമോ അതിനനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് റാഡിഷിൻ്റെ ഒരു പച്ച സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റാഡിഷ് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഈ താളിച്ചത് നമ്മളുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ റാഡിഷ് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. അതേപോലെ തന്നെ സത്താൻമനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.